രാവിലെ ചായയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം പാല് റെഡിയായി. അപ്പം പിള്ളേർക്ക് കുടിക്കാനുള്ളത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പിട്ടേ പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചു. അപ്പോൾ ചായ തിളച്ച് വന്നോണ്ടേ അതൊക്കെ ഒന്ന് ആറ്റിച്ച് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പൂരി ഇവിടെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എണ്ണം പരത്തി വെച്ച് അതിനുശേഷം ഇങ്ങനെ പരത്തി വെച്ചത് മൊത്തം ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗോതമ്പ് പൊടിക്കകത്ത് വേറൊന്നും ചേർക്കത്തില്ല. ഗോതമ്പ് പൊടി മാത്രം, ആശീർവാദ ആട്ട എടുത്തത്, അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ പൂരി ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ മെഴുക്ക് പുരട്ടി വെക്കാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ഒരു 3 സവാളയും 3 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളായിരുന്നു. അപ്പുറത്തെ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് ഇട്ട് പിന്നെ സവാളയും ടൊമാറ്റോയോട് ഒന്നൊന്ന് വഴറ്റിയതിന് ശേഷം അതൊരു ഇച്ചിരി വാടി വന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്കയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ചേർത്തിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കും. അപ്പോഴത്തേക്കിന് നമ്മുടെ മെഴുക്കോട്ടിയൊക്കെ റെഡിയാവും. പിന്നീട് തോരൻ വെക്കുന്നത് പയർ തോരനാണ്. അപ്പോൾ ആ പയറിൻ്റെ അകത്ത് തന്നെ ഞാൻ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് ഞെവിടിയതിന് ശേഷം ഞാൻ മെഴുക്ക് പുരട്ടി വെച്ച അതേ പാനിലാണ് തോരനും വെക്കുന്നത്. ആ പാത്രം കഴുകി ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രമേ വെള്ളം ഒഴിക്കാവേ, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. നന്നായിട്ടത് വെന്ത് കിട്ടും. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അതങ്ങ് കുഴഞ്ഞു പോകും. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പോകണേ അവിടെ ഓറഞ്ച് കിടക്കുന്നു, നല്ല കച്ചിക്കകത്ത് ഓറഞ്ച് ഇട്ടേക്കുന്നു. അപ്പം കണ്ടോണേ നല്ലതായിട്ട് തോന്നി. ഇവിടെ സീസൺ അനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഇത്തിരി വില കുറച്ച് കിട്ടും. ഇപ്പം ഇച്ചിരി തണുപ്പ് സമയം ആയിട്ടുണ്ട്, അന്നേരം ഈ ഓറഞ്ചിൻ്റെ സീസണാണ്. അപ്പം കിലോ 80 രൂപ. ഞാനങ്ങനെ 2 കിലോ ഓറഞ്ചും വാങ്ങിച്ചു. പിന്നെ ആപ്പിൾ വാങ്ങിച്ചു. ആപ്പിളും നല്ല ആപ്പിളായിരുന്നു. പിന്നെ പേരയ്ക്ക കിലോ 60 രൂപ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകൾ ഓറഞ്ചും ആപ്പിളും പേരയ്ക്കയൊക്കെ വാങ്ങിച്ചു. ഏത്തയ്ക്ക ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അതിവിടെ കിട്ടത്തില്ല, നമുക്ക് മലയാളി കടകളിലെ ഏത്തയ്ക്ക കിട്ടാറുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സുകളെല്ലാം ഞാൻ എടുത്തിട്ട് ഈ പേരയ്ക്കയും നമ്മുടെ ആപ്പിളും ഞാൻ കുറച്ച് നേരം വിനാഗിരി ഉപ്പും ഇട്ട് വെള്ളത്തിൽ വെക്കും. അപ്പോൾ ഒരു ഓറഞ്ച് ഞാൻ പൊളിച്ച് നോക്കിയോണ്ടേ നല്ല മധുരമുള്ളതായിരുന്നു. അല്ലെങ്കിൽ ചിലത് പുറമേ നല്ലതായിരിക്കും, പക്ഷേ പൊളിക്കുന്നുണ്ടേ മധുരം കാണത്തില്ല. പക്ഷേ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൂട്ട്സുകൾ പേരയ്ക്ക് ആപ്പിളോട് ഇച്ചിരി ഉപ്പും വിനാഗിരി ഇട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പാളയംകോടൻ പഴവും ഇന്നലെ വാങ്ങിച്ചതായിരുന്നത്. ഈ പാളയംകോടൻ പഴവും ഇവിടെ ഇവർക്കൊന്നും അത്ര താല്പര്യമില്ല. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം, അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.